إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ അത് നമ്മോട് വിട പറഞ്ഞു പോകാനായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസത്തെ കുറിച്ച് അയ്യാമം മഅദൂദാത്ത് എന്നാണ് പറഞ്ഞത് എന്ന് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മാസം എത്ര വേഗത്തിലാണ് കടന്നുപോയത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ എന്നത്, ഈ മാസം എന്നത് ഇനിയും വർഷത്തിൽ മടങ്ങി വരും. പക്ഷേ ആ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാനും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പരിശ്രമിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ അവസാനത്തെ റമളാനായി പോകുമോ എന്ന് നമുക്കറിയില്ല. ഈ റമളാൻ പൂർത്തീകരിച്ച് ശവ്വാലിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപങ്ങൾ പുറത്തു തന്ന അവസ്ഥയിലായിരിക്കണം. നരകത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിച്ചവരുടെ കൂട്ടത്തിലായിരിക്കണം നാം. അതാണ് നമ്മുടെ വിജയം. അതിലാണ് നമുക്കെല്ലാ നന്മകളും ഉള്ളത്. അതുപോലെ തന്നെ 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു രാത്രിയെ നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിയും കൂടുതൽ ഉത്സാഹത്തോടുകൂടി പ്രതീക്ഷിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ, റമളാനിൻ്റെ അമൂല്യമായ നിമിഷങ്ങൾ, നമ്മുടെ ഇബാദത്തുകളുമായി നാം കൂടുതൽ ശ്രദ്ധിക്കാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നന്മകൾക്കുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുകയും
നരകമോചനം നൽകുകയും സ്വർഗപ്രവേശനം അള്ളാഹു നമുക്ക് ഉറപ്പിച്ച് നൽകുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ ഈ റമദാനിൻ്റെ പൂർത്തീകരണം ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ, ചില ഇബാദത്തുകൾ കൂടിയുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം സകാത്തുൽ ഫിത്റാണ്. ഫിത്ർ സകാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഅ് ഭക്ഷണമാണ് ഫിത്ർ സകാത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വൽ ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ വഅമറ ബിഹാ അൻ തുഅദ്ദാ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്തി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഅ് ഈത്തപ്പഴം, അതല്ലെങ്കിൽ ഒരു സാഅ് ഗോതമ്പ് സകാത്തുൽ ഫിത്റായി നമുക്ക് ഫർളാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. അലൽ അബ്ദി വൽ ഹുർ, സ്വതന്ത്രനാവട്ടെ അടിമയാവട്ടെ, വദ്ദക്കരി വൽ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, വസ്സഗീരി വൽ കബീർ, ചെറുതാവട്ടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ എല്ലാവരുടെ മേലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഅ് ഭക്ഷണം നിർബന്ധമാക്കിയിരിക്കുന്നു സകാത്തുൽ ഫിത്റായി നൽകുവാൻ. അത് ജനങ്ങൾ നിസ്കാരത്തിനു വേണ്ടി പുറപ്പെടുന്നതിന് മുന്നേ കൊടുത്തു വീട്ടുവാനും അവിടുന്ന് കൽപ്പിക്കുകയുണ്ടായി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കുന്നാ നുഖ്രിജു ഫീ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്രി സാഅൻ മിൻ തആം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സാഅ് ഭക്ഷണം നാം സകാത്തുൽ ഫിത്റായി നൽകാറുണ്ടായിരുന്നു. വഖാല അബൂ സഈദ്, എന്നിട്ട് അദ്ദേഹം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്തായിരുന്നു അവരുടെ ഭക്ഷണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. വകാന തആമന അശ്ശഈറു വസ്സബീബു വൽ അഖിതു വത്തംറു. നമ്മുടെ ഭക്ഷണം എന്നാൽ ഗോതമ്പ്, ഉണക്കമുന്തിരി, വെണ്ണ, ഈത്തപ്പഴം ഇവയായിരുന്നു. അഥവാ സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ ഭക്ഷണമായി നാം കഴിക്കുന്ന വിഭവം അതാണ് സകാത്തുൽ ഫിത്റായി നൽകേണ്ടത്. എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സകാത്തുൽ ഫിത്ർ റമദാനിൻ്റെ അവസാനത്തിൽ നമുക്ക് നിർബന്ധമാക്കിയത്? അതാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹ്റതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫഥി വതുഅമതൻ ലിൽ മസാകീൻ. നോമ്പുകാരന് ലഹുവും റഫസുമായി അഥവാ വാക്കുകളിൽ പ്രവൃത്തികളിൽ ആ രൂപത്തിലുണ്ടാകുന്ന തെറ്റുകൾ, ന്യൂനതകൾ, കുറവുകൾ അതിൽ നിന്നുള്ള ശുദ്ധീകരണമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വതുഅമതൻ ലിൽ മസാകീൻ, സാധുക്കൾക്കുള്ള ഭക്ഷണവുമായി കൊണ്ടാണ്. പെരുന്നാളിൻ്റെ അന്ന് ആ ദിവസത്തിൽ മുസ്ലിം ലോകത്ത് ഭക്ഷണമില്ലാതെ പട്ടിണിയിലാകുന്ന ഒരാളും ഉണ്ടാവരുത്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ വിഭവ സമൃദ്ധിയോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കണം എന്ന നിലക്കുമാണ്. ഫമൻ അദ്ദാഹാ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല. ആരാണോ നിസ്കാരത്തിന് മുന്നേ അഥവാ പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ അത് കൊടുത്തുവിടുന്നത്, അത് സ്വീകരിക്കപ്പെടുന്ന സകാത്താകുന്നു. വമൻ അദ്ദാഹാ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്.
ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ അത് കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ കേവലം അതൊരു സ്വതക്ക മാത്രമായിരിക്കും. സഹോദരങ്ങളെ, സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. ആ സകാത്തുൽ ഫിത്ർ ഒരു സാഅ് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അതുപോലെ ആ സകാത്തുൽ ഫിത്ർ കൊണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നും ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, സാഅ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദുകളാണ് ഒരു സാഅ്. അഥവാ നല്ല ഒത്ത നീളവും വണ്ണവുമുള്ള ഒരു മനുഷ്യൻ അയാളുടെ 2 കൈക്കുമ്പിളുകൾ ചേർത്ത് ഒരു പിടുത്തം, അങ്ങനെയുള്ള 4 പിടുത്തം പിടിച്ചാൽ, 4 കോരൽ കോരിയാൽ അതാണ് ഒരു സാഅ് എന്ന് പറഞ്ഞാൽ. ആധുനികരായ പണ്ഡിതന്മാർ അത് കിലോഗ്രാമിൽ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 3 കിലോ കൊടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, മാസപ്പിറവി കണ്ടത് മുതൽ റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് പുറപ്പെടുന്നതിൻ്റെ മുന്നേ വരെയുള്ള സമയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സമയം. ഇനി ഒരാൾക്ക് 1-2 ദിവസങ്ങൾക്ക് മുന്നേ കൊടുക്കാവുന്നതാണ്, കുഴപ്പമില്ല, അനുവദനീയമാണ്. അതുപോലെ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞു, മുസ്ലിമീങ്ങളിലെ എല്ലാവരുടെ മേലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുണ്ട്. അഥവാ പെരുന്നാളിൻ്റെ മാസപ്പിറവി, ശവ്വാലിൻ്റെ മാസപ്പിറവി കാണുമ്പോൾ തനിക്കും തൻ്റെ കീഴിലുള്ളവർക്കും കഴിക്കാനുള്ള വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ കയ്യിലുള്ള ഏതൊരാളും സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതാണ്. അഥവാ സാധുക്കളായാലും സാധാരണഗതിയിലുള്ള സാധുക്കളായാലും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, അത് കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ അവർ സകാത്ത് കൊടുക്കണമെന്ന് ചുരുക്കം. അതുപോലെ സഹോദരങ്ങളെ, കുട്ടികൾക്ക് വയറ്റിലുള്ള കുട്ടിക്ക് ഫിത്ർ സകാത്ത് കൊടുക്കണോ എന്ന് സാധാരണ സംശയമുണ്ടാവാറുണ്ട്. സഹാബികളിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഥർ വന്നതായി കാണാം. അങ്ങനെ കൊടുക്കൽ പുണ്യകരമാണ്, നിർബന്ധമില്ല, ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സഹോദരങ്ങളെ, സകാത്തുൽ ഫിത്ർ ഭക്ഷണമായിട്ടാണ് കൊടുക്കേണ്ടത് എന്നാണ് ഹദീസുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ സാധുക്കൾക്ക് കൂടുതൽ ആവശ്യമുള്ളത് പണമല്ലേ, അതവർക്ക് മറ്റേതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കാലോ എന്നു പറഞ്ഞ് പണം കൊടുക്കാൻ പാടുള്ളതല്ല. പണമെന്നത്, നാണയമെന്നത് അന്നുമുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയത് ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് സാധാരണ ചോറ്റരിയാവട്ടെ നേരിയരിയാവട്ടെ, ഏതാണോ നമ്മൾ കഴിക്കുന്നത് നമുക്കിഷ്ടമുള്ളത് ആ രൂപത്തിൽ കൊടുക്കാവുന്നതാണ്. അത് പണമായി കൊടുക്കാൻ പാടുള്ളതല്ല. ഇനി പണമായി മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. വേറൊരാൾക്ക് പണം നൽകി സാധുക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഏൽപ്പിക്കാവുന്നതാണ്, അത് അനുവദനീയമാണ്. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴും ഏൽപ്പിക്കപ്പെടുമ്പോഴും ശ്രദ്ധിക്കണം, കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് എത്തണം കൃത്യസമയത്ത്. അലംഭാവം കാണിക്കാൻ പാടുള്ളതല്ല എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് സഹോദരങ്ങളെ ഫിത്ർ സക്കാത്തുമായി ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. റമദാൻ അവസാനിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണിത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. എണ്ണങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു മാസക്കാലം, റമദാൻ എന്ന ആ സമയം, ആ കാലയളവ്, അത് പൂർത്തീകരിക്കാനും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഈ റമദാനിലേക്കും റമദാനിൻ്റെ നോമ്പിലേക്കും ആ ഇബാദത്തുകളിലേക്കുമെല്ലാം അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി, നമുക്ക് മാർഗദർശനം നൽകി. അത് അല്ലാഹു നമ്മെ പഠിപ്പിച്ചു, അത് പ്രവർത്തിക്കാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചു. അങ്ങനെ അതിന് നമുക്ക് തൗഫീഖ് നൽകി. ഈ മാർഗദർശനം അല്ലാഹു നൽകിയതിൻ്റെ പേരിൽ
അള്ളാഹുവിന് തക്ബീർ ചെയ്യുവാനും വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അത്രയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മാസക്കാലം നമുക്ക് തന്നു. ആ മാസക്കാലം പൂർത്തീകരിക്കാനുള്ള തൗഫീഖും നമുക്ക് തന്നു. അള്ളാഹു അതിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകി. ഇനി നാം നന്ദി സൂചകമായി രണ്ടാമത്തെ കാര്യം നമുക്ക് തക്ബീറാണ് ചൊല്ലാനുള്ളത്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആകാശം മുട്ടെ തക്ബീറുകൾ മുഴങ്ങണം. അതാ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന തക്ബീറിൻ്റെ സ്വീക നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ തക്ബീറുകൾ മുഴങ്ങണം. പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടത് മുതൽ റമദാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് നമ്മുടെ നാവുകളിൽ തക്ബീർ ഉണ്ടായിരിക്കണം. പുരുഷന്മാർ ഉറക്കെ പറയൽ പുണ്യകരമായ കാര്യമാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ അവർ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അള്ളാഹുവിനുള്ള നന്ദി സൂചകമായി സഹോദരങ്ങളെ, നമ്മുടെ നാവുകളിൽ തക്ബീർ ഉണ്ടായിരിക്കണം. അതൊരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകൾ ഏറ്റുപറയുകയും ചെയ്യുക എന്നത് സ്ഥിരപ്പെട്ടു വന്നതല്ല. മറിച്ച് എല്ലാവരും അവനവൻ സ്വയം തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതാണ്. പ്രാസമൊപ്പിച്ച് ഒരേപോലെ തുടങ്ങലും ഒരേപോലെ അവസാനിപ്പിക്കലും അങ്ങനെ ഒരു രീതി നമ്മുടെ നല്ലവരായ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടില്ല. മറിച്ച് അവരെല്ലാവരും സ്വയം തക്ബീർ ചൊല്ലുകയാണുണ്ടായത്. അങ്ങനെ സഹോദരങ്ങളെ, നമ്മൾ തക്ബീർ ചൊല്ലുക. സഹോദരിമാർ, സ്ത്രീകൾ, അവർക്കും തക്ബീർ ചൊല്ലൽ പുണ്യകരമാണ്. എന്നാൽ അവർ ശബ്ദം ഉയർത്തേണ്ടതില്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് നമ്മുടെ നാവുകളിൽ മുഴങ്ങണം, ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പെരുന്നാൾ നിസ്കാരം എന്നത് ഓരോ വ്യക്തിക്കും നിർബന്ധം പോലെയുള്ള സുന്നത്തായ പുണ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കുവാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഈദ് മുസല്ലയിലേക്ക് വരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹാ ഇലൽ മുസല്ലാ. ഈദുൽ അദ്ഹയിലും ഈദുൽ ഫിത്റിലും അഥവാ രണ്ട് പെരുന്നാളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോവാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പെരുന്നാൾ നിസ്കാരം എന്നത് മുസല്ലയിൽ വെച്ച് നിർവഹിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഈദ് മുസല്ലയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി തക്ബീറുകളുമായി പുറപ്പെട്ടു പോവുക എന്നത് സഹോദരങ്ങളെ വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആദ്യം നിസ്കാരം ആരംഭിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. 2 റക്അത്ത് നിസ്കാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നത്. അതിലാദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകളും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളും അവിടുന്ന് ചൊല്ലാറുണ്ടായിരുന്നു. ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മയും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാകയും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാം. സഹോദരങ്ങളെ, പെരുന്നാൾ നിസ്കാരം അതിലേക്ക് സ്ത്രീകൾക്കും സഹോദരിമാർക്കും പുറപ്പെട്ടു പോവുക എന്നത് പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പുറപ്പെട്ടു പോവാൻ പറഞ്ഞതായി ഹദീസിൽ കാണാം. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, കുന്നാ നുഅ്മറു അൻ നഖ്റുജ യൗമൽ ഈദി ഹത്താ നുഖ്രിജൽ ബിക്ര മിൻ ഖിദ്രിഹാ ഹത്താ നുഖ്രിജൽ ഹുയ്യള ഫയകുന്ന ഖൽഫൻ നാസ് ഫയുകബ്ബിർന ബിതക്ബീരിഹിം വയദ്ഊന ബിദുആഇഹിം
യർജൂന ബറകത ദാലികൽ യൗമി വതുഹ്റതഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി പുറപ്പെട്ടു പോകാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം വീടിനകത്ത് കഴിഞ്ഞുകൂടുന്ന കന്യകമാരായ പെൺകുട്ടികളോട് വരെ, അതുപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകളോട് വരെ അവിടുന്ന് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോവാൻ കൽപ്പിക്കുമായിരുന്നു. എന്നാൽ ആർത്തവകാരികളായ ഹൈദുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരത്തിൽ നിന്ന് മാറി ജനങ്ങളുടെ പിന്നിലേക്ക് നിൽക്കേണ്ടതാണ്. എന്നാൽ അവർ തക്ബീർ ചൊല്ലുകയും ദുആയിൽ പങ്കെടുക്കുകയും ആ ദിവസത്തിലെ ബറക്കത്തിലും പരിശുദ്ധിയിലും പങ്കുചേരുകയും ചെയ്യുക എന്നത് അവർക്ക് പുണ്യകരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് പ്രകാരം, അവിടുന്ന് പഠിപ്പിച്ചത് പ്രകാരം എല്ലാവരും മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോവുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിച്ചുകൊണ്ട് തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് അങ്ങനെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ച് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം ഇമാമിൻ്റെ ഖുതുബയും ഉത്ബോധനവും കേട്ട് അങ്ങനെ പിരിഞ്ഞു പോവുക എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതാനും ചില കാര്യങ്ങളാണ് എന്നോടെന്നതുപോലെ റമദാൻ അവസാനിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും സൂചിപ്പിച്ചത്. പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ചില പുണ്യകരമായ കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. അതിലൊന്നാമത്തേത്, പെരുന്നാളിൻ്റെ അന്ന് കുളിച്ച് ശുദ്ധിയാവലും നല്ല വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും പുണ്യകരമായ കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ, ഭംഗി കൂട്ടുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും പ്രവർത്തനവും നമ്മുടെ അരികിൽ ഉണ്ടാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ വസ്ത്രം എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ധരിക്കേണ്ടത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നെര്യാണിക്ക് മുകളിലായിരിക്കണം വസ്ത്രം. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആകാര വടിവുകൾ കാണാത്ത രൂപത്തിൽ ശരീരഭാഗങ്ങൾ മുന്നിലും പിന്നിലും വെളിവാകുന്ന രൂപത്തിൽ അത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അത് പെരുന്നാൾ ദിവസത്തിൽ, ഏതാണ് ആ പെരുന്നാൾ ദിവസം? ഒരു മാസക്കാലം റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച, നോമ്പും നിസ്കാരവുമൊക്കെ ആയി കഴിഞ്ഞുകൂടിയ ആ സമയം കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അന്നു തന്നെ റബ്ബിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അതുവരെ ഉണ്ടാക്കിയെടുത്ത ചൈതന്യം, തഖ്വ അത് പൊളിച്ചു കളയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. അതുപോലെ സ്ത്രീകളും പെൺകുട്ടികളും ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ, ഉമ്മമാർ ശ്രദ്ധിക്കണം. മക്കൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ ശരീരം പറയുന്ന ഇസ്ലാമിക വസ്ത്രം, നല്ല വസ്ത്രം എടുത്തു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് ചെറിയ പെൺകുട്ടികളാവട്ടെ വലിയവരാവട്ടെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടുള്ളതല്ല, തിരിച്ചും പാടുള്ളതല്ല. അത്തരം ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. ആ ശാപം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന
ദൗർഭാഗ്യവാന്മാരായ രക്ഷിതാക്കളായി എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ആയി പോവരുതേ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, നല്ല ഭംഗി കൂട്ടണം, ഭംഗിയാവണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ അത് തകർത്തുകൊണ്ടുള്ള ഭംഗി നമുക്ക് പാടുള്ളതല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സുന്നത്താണ് താടി എന്നത്. അത് വടിച്ചു കളഞ്ഞൊരു ഭംഗി നമുക്കില്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സമൃദ്ധമായ താടിയുള്ളവരായിരുന്നു. അവരാ താടി വെച്ചുകൊണ്ട് തന്നെയാണ് പെരുന്നാളിൻ്റെ മുസല്ലകളിലേക്കൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭംഗി കൂട്ടലും അങ്ങനെ ഒരു വെളുപ്പിക്കലും അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അലങ്കാരവും നമുക്ക് വേണ്ടതില്ല. ഹറാമിലൂടെയുള്ള ഒരു അലങ്കാരം നമുക്ക് വേണ്ടതില്ല എന്ന് സഹോദരങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസം നേരത്തെ പറഞ്ഞു, റമദാൻ അവസാനിച്ചത് മുതൽ തക്ബീർ ചൊല്ലണം. ആ തക്ബീർ ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടത്. പെരുന്നാൾ നിസ്കാരത്തോടുകൂടി ആ തക്ബീർ, ഈദുൽ ഫിത്റിൻ്റെ തക്ബീർ അവസാനിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും കഴിച്ചുകൊണ്ടാണ് ചെറിയ പെരുന്നാളിൻ്റെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നത്. അവിടുന്ന് കാരക്ക, ഈത്തപ്പഴം കഴിക്കാറുണ്ടായിരുന്നു, അത് ഒറ്റയാക്കിക്കൊണ്ട് കഴിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ടത് സുന്നത്താണ്. അതുപോലെ സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകൾക്ക് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോകൽ പുണ്യകരമാണ്. ആ പുറപ്പെട്ടു പോകുമ്പോൾ അവർ ശ്രദ്ധിക്കണം ഇസ്ലാമിക മര്യാദകൾ പാലിക്കാൻ, ഇസ്ലാമിൻ്റെ ഹിജാബ് ധരിക്കാൻ, അതുപോലെ സുഗന്ധം പൂശാതിരിക്കാൻ, അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ചങ്ങനെ പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകാതിരിക്കാൻ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിന് മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ വരികയും തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴി സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നു കാണാം. അതുപോലെ സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചു, നിസ്കാരത്തിന് ശേഷം ഖുതുബ, ഉത്ബോധനം അത് കേൾക്കാനിരിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വമിൻക് എന്ന രൂപത്തിൽ ആശംസകൾ അറിയിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അഥവാ അത് കേവലം ഒരു ആശംസ മാത്രമല്ല, മറിച്ച് അള്ളാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന ദുആ ആണ്. അത് പരസ്പരം ദുആ ചെയ്യുക എന്നത് പെരുന്നാളിൻ്റെ ദിവസത്തിൽ നല്ല കാര്യമാണ്, പുണ്യകരമായ കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, കുടുംബബന്ധം ചേർക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും ആ ദിവസത്തിൽ നാം ശ്രദ്ധിക്കണം. പോകാൻ സാധ്യമല്ല എങ്കിൽ ഫോണിലൂടെയെങ്കിലും ബന്ധം പുതുക്കാനും സംസാരിക്കുവാനും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഈദ് ആഘോഷം എന്നത് അത് മുഴുവനും ഇബാദത്താണ്. നമ്മുടെ സന്തോഷം എന്നത് ഇബാദത്തിലൂടെയാണ്. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെയോ പൊങ്ങച്ചത്തിൻ്റെയോ അതുപോലെയുള്ളതോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ, പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമുക്ക് പാലിക്കാനുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങൾ അത് അമൂല്യമാണ്. അമൂല്യമായ സമയങ്ങൾ മുതലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുവരെ അലംഭാവമായി കുറവുകളോടുകൂടി കഴിഞ്ഞുകൂടിയോ, ഇനിയും സമയമുണ്ട്. റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മുന്നിലിരിക്കാൻ, ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. ഇനിയും ദിവസങ്ങൾ അള്ളാഹു നമുക്ക് ബാക്കി നൽകിയിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുക, ആത്മവിചാരണ നടത്തേണ്ട ഘട്ടങ്ങളാണ് ഇനിയുള്ള ഓരോ സമയവും. നമ്മുടെ ഖുർആൻ പാരായണം എവിടെ എത്തി? നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഇബാദത്തുകൾ, റമദാനിലൂടെ നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ച തഖ്വ അത് കിട്ടിയോ? നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും സംഭവിച്ചോ? കഴിഞ്ഞ മാസത്തിലുള്ളതിനേക്കാൾ ഈ മാസത്തിൽ നമുക്ക് വല്ല മെച്ചവും ഉണ്ടായോ? അഥവാ ഇബാദത്തുകൾ കൊണ്ട് ആത്മീയമായി വല്ല നേട്ടവും ഉണ്ടായോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും
തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ ദീനിൽ മരണം വരെ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് ആശ്വാസവും തുറവിയും ശിഫാവും നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യരാത്രി അത് നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലെ എല്ലാ നന്മകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ പ്രതിഫലം, അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم انصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم احفظ الإسلام والمسلمين. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.